കുറച്ച് ദിവസങ്ങളായി ഒരാളുടെ ശവശരീരം, ആ ശവശരീരം വെച്ച് ജാതി കച്ചവടം ചെയ്യുന്ന കുറെ പേർ. ഒരു പാവം പയ്യന്റെ, ദളിത് പയ്യന്റെ മൃതദേഹം. ആ മൃതദേഹത്തിനോട് ഇനിയും ചെയ്യാൻ എന്തെങ്കിലും അനീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാം, ഇനിയും ചെയ്യാൻ ദ്രോഹങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ല. ഒരു ദളിത് വിദ്യാർത്ഥിയുടെ മരണം കേരളത്തിലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള സകലത്തിലും കിടന്ന് മെഴുകുന്ന കുറെ അഭിനവ നവോത്ഥാന ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് നടക്കുന്ന ഊച്ചാളികൾ. ഇവർ കുറെ നാളുകളായി കേരള സമൂഹത്തിൽ ജാതി വിഷം നല്ല രീതിയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പക്ക ഒരു വിഘടനവാദം. പലതവണ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ സവർണ സമുദായം എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്ന കുറെ പേർ. ഹിന്ദു മതത്തിലെ ജാതീയത, അതുമാത്രമല്ല മലയാളികൾ മൊത്തം ജാതി വെറി കൊണ്ട് മറിഞ്ഞു നടക്കുകയാണ്. അതാണ് നമ്മുടെ ഈഴവ മാട്രിമോണി, നായർ മാട്രിമോണി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ സ്വകാര്യ ചാനലിന് കൊടുക്കുന്ന ഇന്റർവ്യൂ, ഫേസ്ബുക്കിൽ തനിയെ വന്നിരുന്ന് തൊള്ള പൊളിക്കുന്ന ഇന്റർവ്യൂ, ഇതെല്ലാം നടക്കുന്നു. ഇവിടെ നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. ആ പയ്യൻ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ഡോക്ടർ റാം, സംഗീത നമ്പ്യാർ തുടങ്ങിയ 2 പേരുടെ അറസ്റ്റ് ഇത്രയും കാലം വൈകി. ഡോക്ടർ റാമിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടേ ഇല്ല. ഒരു ദളിത് കുട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ഒരു കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായി എന്ന് പറയപ്പെടുന്ന ഈ 2 എണ്ണത്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതിൽ എനിക്ക് അങ്ങേയറ്റം അമർഷമുണ്ട്. ആ അമർഷത്തിന്റെ പുറത്ത് നടന്ന ഹർത്താലിൽ ഞാൻ, എൻ്റെ വീട്ടിലുള്ളവർ കടയടച്ചു, ജോലിക്ക് പോകാതിരുന്നു, അങ്ങനെയെല്ലാം ഈ ഹർത്താലിനോട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ തൊട്ട് വീടിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ SC ആണ്. അവരടുത്ത് പോയിട്ട് നീ ഇന്ന് ജോലിക്ക് പോകണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവരെ വീട് പട്ടിണിയാണ്. അതറിയാവുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നത്തേക്ക് തൽക്കാലം ഹർത്താൽ ആയതുകൊണ്ടും അത് പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ടും ആ കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ള ബോധമുള്ളത് കൊണ്ടും ഞങ്ങൾ അതിൽ പങ്കെടുത്തിരിക്കുന്നു. പക്ഷേ നടു റോട്ടിൽ ഇറങ്ങി പോക്കൃത്തരവും തെമ്മാടിത്തരവും കാണിക്കുന്നത് തന്തയില്ലായ്മയാണെന്ന് ഈ അവസരത്തിൽ വ്യക്തമായി ഞാൻ പറയുന്നു. കുറച്ച് ആൾക്കാർക്ക് ഇതൊരു അവസരമാണ്. അതായത് ഇവർ വലിയ രീതിയിൽ ജാതി വിഷം ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല, ഇവർ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, അംബേദ്കർ എന്നീ പേരുകളൊക്കെ പറയും. അയ്യങ്കാളി ചെയ്തതോ ശ്രീനാരായണ ഗുരു ചെയ്തതോ ഇനി അംബേദ്കർ എന്താണ് തൻ്റെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് പോലും ഇവർക്കറിയില്ല. ഇവർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെ ആരും നടത്താതിരുന്നില്ലല്ലോ ഹർത്താൽ. സത്യമാണ്, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു സാധനമല്ല ഹർത്താൽ. എല്ലാ ഹർത്താലുകൾക്കും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഹർത്താലുകളും ജനങ്ങൾ വലഞ്ഞിട്ടുണ്ട്. വലഞ്ഞ ജനങ്ങൾ കൃത്യമായി തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ശബരിമല പ്രക്ഷോഭ സമയത്ത് ധാരാളം പ്രക്ഷോഭങ്ങൾ നടന്നു, ധാരാളം ആക്രമണ സംഭവങ്ങൾ നടന്നു. ഒരുപാട് ജനം ബാധിക്കപ്പെട്ടവർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് സംഘികളെ അറഞ്ചം പുറഞ്ചം എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ സംഘികൾ വന്നു എന്ന് കരുതുന്ന ബൈക്കുകൾ മുഴുവൻ അവർ തല്ലിപ്പൊള്ളിക്കുക, അതിന്റെ ഇൻഡിക്കേറ്റർ അടിച്ചു പൊട്ടിക്കുക, അതിന്റെ വൈസർ തല്ലി പൊട്ടിക്കുക, അതിന്റെ സൈഡ് ഗ്ലാസ് തല്ലി പൊട്ടിക്കുക തുടങ്ങിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് ഈ ശ്യാംകുമാറും സണ്ണി കാപ്പിക്കാടും ഒക്കെ ഈ നവോത്ഥാനത്തിനെതിരെ നിൽക്കുന്നവരാണ് സംഘികൾ. സംഘികളെ ആക്രമിച്ചത് നന്നായി പോയി, അവർക്ക് അടി കിട്ടിയത് നന്നായി പോയി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചവന്മാരാണ്. അന്ന് നീയൊക്കെ ചിരിച്ചു, നിന്റെയൊക്കെ ക്രിമികടി നീ തീർത്തു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹർത്താൽ നടത്തുമ്പോൾ എത്ര പേര് റോഡിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്, എത്ര പേർ തെറി വിളിച്ചിട്ടുണ്ട്, എത്ര പോലീസുകാർ കമ്മ്യൂണിസ്റ്റുകാരെ ഓടിച്ചിട്ട് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് വഴിതടയിൽ സമരം നടത്തിയാൽ എത്ര പേർ അവരെ വഴിയിലിട്ട് അടിച്ചിട്ടുണ്ട്. എത്രയോ പൊതുജനങ്ങൾ കോൺഗ്രസിനെ നാണം കെടുത്തി വിട്ടിട്ടുണ്ട്. എന്തിന്? നടൻ ജോജു ജോർജ് ഒരു ദിവസം റോഡ് തടഞ്ഞു എന്ന് കരുതിയിട്ട് പച്ചക്കിറങ്ങി നിന്ന് കോൺഗ്രസ്സുകാരെ ചീത്ത വിളിച്ചിട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈയിലാകേണ്ട ഒരു BJPയുടെ ഒരു സമരമോ റോഡ് വഴിതടയിലോ നടന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ ഇറങ്ങി നിന്നിട്ട് BJP നേതാവിനെ വളരെ മോശമായിട്ട് സംസാരിക്കുക, അവർ പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നും കേരളത്തിൽ ഒരുപാട് പേര് ആ വീഡിയോ ഷെയർ ചെയ്ത് ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ദളിത് വിഭാഗം ഹർത്താൽ നടത്തുമ്പോഴും പോലീസ് തന്റെ ഡ്യൂട്ടി ചെയ്യും. അവര് വഴിയിലിറങ്ങി ക്യാൻസർ രോഗിയെ വഴി തടയുന്നവനെയും, കുറച്ച് കുട്ടികൾ സ്കൂളിൽ അവർ എത്രയോ കാലമായി പഠിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ച് അതുവഴി അവർ നല്ലൊരു ഭാവി സ്വപ്നം കണ്ടുവരുന്ന എത്രയോ കാലങ്ങൾ, അവരുടെയൊക്കെ ആ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ച് ക്യാൻസർ രോഗി വഴി കൂടെ പോയവനെയും പിടിച്ചു നിർത്തിയിട്ട് പറ്റൂല എന്ന ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുകയാണ്. സത്യത്തിൽ അവിടെ ചെയ്തേണ്ടിരുന്നത് നിങ്ങൾ പൊക്കോളൂ എന്ന് പറയണതിന് പകരം അവിടെ തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഇവർ ന്യായീകരിക്കുകയാണ്. അവരെ ക്യാമറമാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്, ക്യാമറമാൻ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടിട്ട് നമ്മളുമായിട്ടൊരു തർക്കം ഉണ്ടാക്കിച്ചതാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാൻസർ രോഗിയാണോ? ആ രോഗികളൊക്കെ പൊക്കോ, ആരും നിൽക്കുന്നു വേണ്ട, ആരും തടയരുത്, നിങ്ങൾ കൂടി ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. അവിടെ നിന്നുകൊണ്ട് ഈ ഒരു പയ്യന്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ കാണിച്ചത് അങ്ങേയറ്റം തെമ്മാടിത്തരമാണ്. ഇനി നമ്മുടെ കുറെ ശ്യാംകുമാർ, സണ്ണി കാപ്പിക്കാട് ഇതുപോലുള്ള ടീമുകളൊക്കെ അവരുടെ ഫേസ്ബുക്ക് വഴി പുളുത്തുന്ന വേറൊരു സാധനമുണ്ട്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല, നബിദിന ഘോഷയാത്ര പ്രശ്നമാണ്, പള്ളിപ്പെരുന്നാളുകൾ പ്രശ്നമാണ്, എടപ്പള്ളി പള്ളിപ്പെരുന്നാൾ പ്രശ്നമാണ്, തെരുവുകളിലും റോഡുകളിലും നടക്കുന്ന നിസ്കാരങ്ങൾ പ്രശ്നമാണ്. ഇതെല്ലാം ആ കാറ്റഗറിയിലോട്ട് വെക്കണം.
എത്രയൊക്കെ സമരങ്ങൾ, അതായത് സംഘികൾ നടത്തിയ ശബരിമല പ്രക്ഷോഭ സമരം, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പ്രക്ഷോഭ സമരം, അതുപോലെ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രക്ഷോഭ സമരം, അങ്ങനെ നിരവധി പ്രക്ഷോഭ സമരങ്ങളുടെ ഫോട്ടോകളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുന്ന നമ്മുടെ ഈ അഭിനവ നവോത്ഥാന ദളിത് ആക്ടിവിസ്റ്റ് ഊച്ചാളികൾ ഒറ്റെണ്ണം തന്നെ SDP പോപ്പുലർ ഫ്രണ്ടോ കണ്ട പണ്ട് ഒരു വാട്സപ്പ് ഹർത്താൽ ആഹ്വാനം ചെയ്യും, അത് ബേക്കറി ലഹളയായി മാറുകയും റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന കടകളിൽ ബേക്കറിയിൽ കയറി ലഡുവും ജിലേബിയും ചോക്ലേറ്റും അടിച്ചു മാറ്റിക്കൊണ്ടൊരു ലഹള നടന്നിരുന്നു. അതിനെപ്പറ്റി കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല, അതുമായിട്ട് താരതമ്യം ചെയ്തിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. വേറെ പള്ളിപ്പെരുന്നാളുമായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് റോഡിൽ വാഹനങ്ങൾ തടയപ്പെട്ടതോ അല്ലെങ്കിൽ പെരുന്നാളുകൾക്ക് റോഡിൽ നിസ്കരിക്കുന്നത്, റോഡിൽ ഇഫ്താർ വിരുന്ന് നടത്തുന്നതൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങോട്ടൊന്നും പോകാതെ എസ്പെഷ്യലി ആറ്റുകാലിൽ മാത്രം നിർത്താൻ ഇത്രയും നട്ടലില്ലാത്ത നീയൊക്കെയാണ് ദളിതനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നടക്കുന്നത്. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് പണ്ട് ഹോർത്തൂസ് പരിപാടിയിൽ ശ്രീജിത്ത് പണിക്കരുടെ വായിൽ നിന്ന് ചെവിക്കെല്ലാം മുളക്ക 2 കിട്ടിയതിന്റെ ക്ഷീണം മാറ്റാൻ 24 മണിക്കൂറും പണിക്കരുടെ ജാതിവാലും തപ്പി നടക്കുകയാണ്. ഇനി ഒരുത്തന്റെ ജാതിവാൽ, ഒരുത്തന്റെ പേര് നായർ, ഒരുത്തന്റെ പേര് മേനോൻ. തനിക്കൊക്കെ എന്താ ഒരുത്തന്റെ മേനോൻ? എനിക്കൊന്നും തോന്നാറില്ലല്ലോ. ഒരു മേനോനെ നായരെ കണ്ടിട്ട് നമുക്ക് അവന്റെ പേരിന്റെ ഒപ്പം നായരുണ്ട്, അതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുകൂടാ. അങ്ങനെയാണോടോ വേണ്ടത്? താനൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവനയും, താനൊക്കെ നടുറോട്ടിൽ നടത്തിയിട്ടുള്ള ഓരോ പ്രസംഗങ്ങളിലും നിങ്ങൾ ഒരു സമൂഹത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നു. നേരെ മറിച്ച് അംബേദ്കർ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വാക്ക് പോലും പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പേടിയുള്ള നിങ്ങൾ അംബേദ്കർ അങ്ങനെ പറഞ്ഞത് പുറത്തായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറെ ന്യായീകരിക്കാനും അംബേദ്കറെ സംരക്ഷിക്കാനും ഇറങ്ങിയിരിക്കാനും. അംബേദ്കർക്ക് തൻ്റെയൊന്നും സംരക്ഷണം വേണ്ട, അയാൾക്ക് അല്ലെങ്കിൽ ആരുടെയും സംരക്ഷണം വേണ്ട. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് പോരാടി വന്ന ആള് തന്നെയാണ് അംബേദ്കർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നവോത്ഥാന നായകരിൽ ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അങ്ങനെ VT ഭട്ടതിരിപ്പാടും കുരൂർ നീലകണ്ഠൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ മിശ്ര വിവാഹവും പന്തി ഭോജനവും ഒക്കെ നടന്നപ്പോൾ നമ്മൾ ദളിതർ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചതല്ല, കൂടെ വന്നിരിക്കാനും. നമ്മുടെ കൂടെ വന്നിരുന്ന് കഴിച്ചാൽ ഇല്ലത്തുനിന്ന് പുറത്താവുകയും പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്യുമായിരുന്നിട്ട് പോലും അതിനെ ഒന്നും വകവെക്കാതെ നമ്മളും മനുഷ്യരാണ്, നമ്മളും ഈ ഭൂമിയിലുള്ളവരാണ് എന്നും നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വന്ന ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്തുമുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ സവർണരും കൂടെ മൊത്തത്തിൽ അടിച്ചമർത്തിയോ ചവിട്ടിക്കൂട്ടിയോ വെച്ചിരുന്നതല്ല. നമ്മുടെ അംബേദ്കറിനെ പോലും കൊളംബിയയിൽ അയച്ച് പഠിപ്പിച്ചത് ബറോഡ രാജാവായിരുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയാണ്. മാളവിക ബിന്നി എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ നിന്നങ്ങ് പ്രസംഗിക്കുന്നത് ഈ നമുക്ക് ജാതി മാറാൻ കഴിയില്ല, അവർക്കും ഈ ജാതി എന്നെന്നും നിലനിൽക്കുന്നുള്ള ബോധമാണ് ഈ സവർണർക്ക് എന്ന് വെച്ചാൽ ടോട്ടലായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും പെഹൽഗാം തീവ്രവാദ ആക്രമണം നടന്നു എന്ന് കരുതിയിട്ട് നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയും. ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ അവർ വളരെ കണക്ക് കൂട്ടി ആൾക്കാരെ ട്രാപ്പ് ചെയ്ത് സെക്ഷലായിട്ട് യൂസ് ചെയ്യുകയും അവരെ മതം മാറാൻ പ്രേരിപ്പിക്കുകയും അവിടെ വളരെ ക്രൂരമായ ജിഹാദ് നടന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും അതിനുവേണ്ടി നടക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. ഇവിടെ നിന്ന് 100ഓളം പേർ ISIS തീവ്രവാദികളായി കയറി പോയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളടക്കം സകല മുസ്ലിങ്ങളും എന്താണ് ISIS ചേരാൻ പോകുന്നതാണ് നിങ്ങൾ പറയുന്നത്? അല്ലല്ലോ. നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് പോയതെന്നും ആരൊക്കെയാണ് പോകാത്തതെന്നും ആരൊക്കെയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നതെന്നും ഈ നാട്ടിലുള്ളതെന്നും. ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? നിങ്ങൾ ആരാണ് ഇവിടെ കിടന്ന് വിഷമൊഴിക്കുന്നത്? ഇനിയും നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ മറച്ചു വെക്കുന്ന ഈ നാട്ടിലെ ദളിതരെ വിഡ്ഢികളാക്കുന്ന ഒരു കാര്യമാണ് ആ പയ്യൻ ജാതി അധിക്ഷേപമല്ല പ്രധാനമായും നടന്നത്. ഈ ഡോക്ടർ രാം എന്ന ആളെ പറ്റി അയാൾ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെങ്കിലും നല്ലത് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിനെല്ലാം മാപ്പ് പറയാൻ തയ്യാറാണ്. നിങ്ങളെ കൊണ്ട് കഴിയോ? ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ആളെ പറ്റി അവിടെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് നല്ല അഭിപ്രായമില്ല. അയാൾ മൊത്തത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും കിട്ടുന്നിടത്ത് വെച്ച് കിട്ടിയ ചാൻസിന് ഉപദ്രവിക്കുക ചെയ്യുന്നത്. അത് പറഞ്ഞത് ഞാൻ മാത്രമല്ല, ഈ നിതിൻ രാജിന്റെ അച്ഛൻ രാജനാണ് പറഞ്ഞത് എൻ്റെ മോൻ ജാതി അധിക്ഷേപത്തിന് ഇരയായിട്ടില്ല എന്ന്. ഇത് എന്റേതല്ല, തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധിയാണ്. നിതിൻ രാജിന്റെ സഹോദരി പറഞ്ഞിട്ടില്ല അവൻ ജാതി അധിക്ഷേപത്തിന് ഇരയായെന്ന്, സഹപാഠികൾ പറഞ്ഞിട്ടില്ല ജാതി അധിക്ഷേപത്തിന് ഇരയായെന്ന്. പക്ഷെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ബുക്ക് കൊണ്ടുവരാത്തവനോ ഉത്തരം എഴുതാത്തതിനോ ഉത്തരം പറയാത്തതിനോ ഇത്രയും ഹാർഷായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വർത്താനം പറയുന്നത് അയാളുടെ ബേസിക് സ്വഭാവമാണ്. 100% ആ കാര്യത്തിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. കുട്ടികളെ മാനസികമായി തകർക്കുകയും ഒരു ലോൺ ആപ്പിന്റെ പുറത്ത് കുറച്ച് പണം എടുത്തു എന്ന് കരുതി ആ ലോൺ ആപ്പിന്റെ ആൾക്കാർ മൊബൈൽ നമ്പർ ഹാക്ക് ചെയ്തെടുത്തിട്ട് ആ അധ്യാപികയെ വിളിക്കുകയോ എന്തോ പറയുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന കരുതി ഈ അധ്യാപകരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് ഇവനായിട്ട് വെറുപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇയാളെ മാനസികമായിട്ട് ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ്?
പക്ഷേ ഏറ്റവും വലിയ കോമഡി അതല്ല, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഉത്തർപ്രദേശിലോ ബീഹാറിലോ പോയി നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഡോക്ടർ റാമിനെ കയ്യിൽ പോലും കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം കയ്യിൽ കിട്ടിയിട്ടേ ഇല്ല. പക്ഷേ ഈ വസ്തുത എല്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ നാട്ടിലെ ഒരു പറ്റം ദളിതരെ റോഡിൽ ഇറക്കി സമരം ചെയ്യിപ്പിച്ചു. ശരി പോട്ടെ, ഇവിടെ ദളിതർക്കെന്നല്ല ആർക്കും ഇറങ്ങാം, സമരം ചെയ്യാം, ഒരു വിരോധവും ഇല്ല. പക്ഷെ വഴിയെ പോയ പാവങ്ങളെ തടഞ്ഞിരിക്കുന്നു. ഒരു വികലാംഗന്റെ കരണക്കുറ്റി കടിച്ചിരിക്കുന്നു ഒരു കാറിൽ വന്നിറങ്ങിയിട്ടുള്ള ഒരാളെ. ഇതിനൊക്കെ ആരാ നിങ്ങൾക്ക് അനുമതി തന്നത്? ഇത് നിങ്ങളെന്നല്ല, ഇത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും കോൺഗ്രസ്സുകാർ ചെയ്താലും BJP ചെയ്താലും തെമ്മാടിത്തരം തന്നെ പറയും. ഞങ്ങൾ ദളിതരാണ്, ഞങ്ങൾക്കൊരു സമരം നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്നതിൽ ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ആരൊക്കെ സമരം നടത്തിയിട്ടുണ്ടോ, ആരൊക്കെ ഹർത്താൽ നടത്തിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ബാധിക്കപ്പെട്ട പൊതുജനം പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ടുണ്ട്. നമ്മൾ ദളിതരായി പോയെന്നിരുന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കാൻ ആർക്കും അനുമതിയില്ല എന്നൊന്നും ഇവിടെ ഇല്ല. പോക്കൃത്തരം കാണിച്ചവന്റെ മുഖത്ത് നോക്കി പോക്കൃത്തരം കാണിച്ചു എന്ന് തന്നെ പറയുകയും ചെയ്യും. തെമ്മാടിത്തരം ചെയ്തവനെ ചിലപ്പോൾ ആൾക്കാർ പച്ചയ്ക്ക് തെറി വിളിച്ചു എന്ന് പറയും. ചിലപ്പോൾ ചിലർക്ക് വെറുപ്പ് തോന്നിയെന്നും വരും. ഇത് ഒരാഴ്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ ചാനലുകളിൽ എല്ലാത്തിലും. ഇത് എന്തുകൊണ്ടാണെന്ന് ഈ അടുത്തൊരുത്തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ, ഇത്രയും ഹീനമായ ഹിന്ദുമതം നമുക്കങ്ങ് ഉപേക്ഷിച്ചാലോ ഒരുത്തനിട്ടിരിക്കുന്ന അതിന്റെ അടിയിലും മറ്റ് ദളിത് ആക്ടിവിസ്റ്റുകൾ എല്ലാം കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ എന്താണ് ഇവിടെ ഹർത്താൽ നടത്തിയാലും നിങ്ങളൊക്കെ നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ നിലവിളികൾ നമുക്ക് കാണാം. അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടുന്നതിൽ ഭൂരിഭാഗം പച്ചയ്ക്ക് പറഞ്ഞാൽ കുറെ പെന്തക്കോസ്ത് മതപരിവർത്തനവാദികളും കുറെ സുഡാപ്പികളുമാണ്. ഇവന്മാർ മറ്റേ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോജക്റ്റ് ഉണ്ടല്ലോ, മിഷൻ 2047, അതിലേക്ക് എങ്ങനെ എത്തണമെന്നുള്ളതിന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പിന്നോക്ക ഹിന്ദുക്കൾ, അംബേദ്കർ റൈറ്റുകൾ തുടങ്ങിയ ആൾക്കാരെ നമുക്ക് തൽക്കാലം കൂടെ നിർത്താം. അതാണ് പണ്ട് യോഗേന്ദ്ര മൊണ്ടാലിന് പറ്റിയത്. തൽക്കാലം നമുക്ക് ഈ സവർണ ഹിന്ദുക്കളടുത്ത് നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരു പാകിസ്ഥാനിൽ പോയ യോഗേന്ദ്ര മൊണ്ടാലിന് അറിയാലോ, പുള്ളിയുടെ കൂടെ പോയ എല്ലാണ്ണോ അവിടെ കിടന്ന് വെട്ടുകൊണ്ട് ചത്തു. മതേതരത്വം നന്നായിട്ട് അങ്ങ് കിട്ടി. പുള്ളി തിരികെ സവർണരുടെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നു. പുള്ളി നോക്കുമ്പോൾ അതിനേക്കാളും ഭേദം ഇതാണെന്ന് തോന്നി. കൊണ്ടുപോയ എല്ലാത്തിനെയും കൊലക്കി കൊടുത്തു. പിന്നെ കുറെ പേര് മതപരിവർത്തന ലോബികൾ, ഇവർക്ക് ഇങ്ങനെ ഞങ്ങളുടെ മതത്തിലേക്ക് വാ. ഇപ്പൊ ക്രിസ്തു മതത്തിലേക്ക് ദളിതൻ ചെന്നാൽ എന്താ കിട്ടുക? ഒരു ജാതി പാലും കൂടെ കിട്ടും. ദളിതിന്റെ ഇപ്പുറത്ത് ക്രിസ്ത്യാനി, ദളിത് ക്രിസ്ത്യാനി, ഇതാണ് കിട്ടാൻ പോകുന്ന പട്ടം. ഇവൻ അവിടെ സവർണ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറാനോ അവിടെ പോയി പെണ്ണാലോചിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവനും ഇല്ല. അങ്ങനെ ചെയ്താൽ കെവിൻ കൊല്ലപ്പെട്ട പോലെ കൊല്ലപ്പെടും, ആക്രമിക്കപ്പെടും. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ്. അവിടെ പോയി ദളിത് ക്രിസ്ത്യാനി, അവിടെ ചെന്നാലോ ജ്ഞാനായ, സുറിയാനി, മാർത്തോബാന, റോമൻ കാത്തോലിക്ക്, ലാറ്റിൻ കാത്തോലിക്ക്, ഇതിനൊക്കെ പുറമെ നമ്മൾ ദളിത് ക്രിസ്ത്യാനി, പെന്തക്കോസ്ത് ക്രിസ്ത്യാനി. ഇനി പെന്തക്കോസ്തിനുള്ളിൽ പണ്ട് ഈഴവനായിരുന്നവൻ, നായരായിരുന്നവൻ, പറയനായിരുന്നവൻ, പുലയനായിരുന്നവൻ, അവർ തമ്മിൽ കുറെ കാസ്റ്റ് പിരിവുകൾ വേറെ. ഇത് നമ്മളെ വിട്ട് പോകാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ ഉള്ളിൽ ആരോ നമ്മളെ ജാതി വിളിച്ചെന്ന് പറഞ്ഞ് അതൊരു അധിക്ഷേപമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഓരോരുത്തന്മാര് പണിക്കർ, അയാളെ കുറെ ദിവസമായിട്ട് ഇവന്മാര് പണിക്കർക്ക് ഇപ്പോഴാണ് പൊങ്ങിയെന്ന് പറഞ്ഞ് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. ഇതാണ് നിന്റെയൊക്കെ ജാതി ഭ്രാന്ത്. ഇവിടെ ഡോക്ടർ റാം എന്ന് പറയുന്ന ആളോടാണ് നമുക്ക് ദേഷ്യം. ഡോക്ടർ റാം, സംഗീത നമ്പ്യാർ, ഇവര് രണ്ടുപേരും ജാതി അടിസ്ഥാനത്തിലല്ല നിതിനെ ഉപദ്രവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. അത് 100% അറിയാവുന്ന ഊളകളാണ് നമ്മുടെ നാട്ടിൽ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും കിടന്ന് തള്ളി മറിക്കുന്ന ഊളകൾ. ഇവന്മാർക്ക് ഉറപ്പായിട്ടും അറിയാം ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിൽ നിൽക്കില്ല എന്ന്. ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് ചിലക്കുന്ന ഒറ്റൊരെണ്ണം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാത്തണ്ട്. അവിടെ പോയിട്ട് നിതിൻ ജാതീയപരമായിട്ടാണ് അധിക്ഷേപിക്കപ്പെട്ടത് എന്നതിന് തെളിവ് കൊടുക്കാത്തത്. ഈ തലശ്ശേരി സെഷൻ കോടതിയുടെ വിധി വരുമ്പോൾ അതിലെവിടെയും തന്നെ ജാതി അധിക്ഷേപം പറയുന്നില്ല. പക്ഷെ ആ ഡോക്ടറുടെ സ്വഭാവം മൊത്തത്തിൽ ശരിയല്ല എന്ന്. ഈ ഒരു അവസരത്തെ ഉപയോഗിച്ച് സമൂഹത്തിൽ മൊത്തം വിള്ളലുണ്ടാക്കി ഈ ദളിതരെ മുഴുവൻ 5-6 കഷ്ണങ്ങളാക്കി അങ്ങ് മാറ്റി അങ്ങ് വകഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷമില്ല. ഈ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർ പൊതുവേ ഇവർ കരുതുന്നത് ഇവിടെ ഉള്ള എല്ലാ എണ്ണവും മണ്ടന്മാരാണെന്ന്. അങ്ങനെ നീ കരുതല്ലേ മോനെ. പണ്ട് പാസ്റ്റർമാർ വന്നിട്ട് മതപരിവർത്തനത്തിന് നിന്നപ്പോ വീട്ടിൽ പോടാന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. വഴിയിലിറങ്ങിയപ്പോൾ സവർണന്മാരെ അടിച്ചോടിക്കുക മാത്രമല്ല, മതപരിവർത്തനത്തിന് വന്ന ടീമുകളെയും അതേപോലെ വീട്ടിൽ കയറി പോടാ മോനെ എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാ അയ്യങ്കാളി. അതുപോലെ എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞ ആളാണ് അംബേദ്കറും. അതുപോലെ ഏതൊക്കെ മതങ്ങളെ എങ്ങോട്ടൊക്കെ മാറ്റി നിർത്തണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആൾ കൂടിയാണ് ആര്? അംബേദ്കർ. അപ്പൊ അങ്ങനെയുള്ള അംബേദ്കറിനെ അറിയാവുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ദളിതരാരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അഥവാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെയുള്ള ദളിതരെ മാത്രം ഇങ്ങനെ വകഞ്ഞ് കൈ കിട്ടണമെന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അല്ല ആഗ്രഹിക്കുന്നത്. ഇവിടെ എസ്പെഷ്യലി മിഷൻ 2047 വേണ്ടി കൊതിച്ചിരുന്ന കുറെ ആൾക്കാരും അതിനെ വകഞ്ഞെടുത്ത് കോൺഗ്രസിലും ദളിത് ലീഗിലും നമ്മളെ കൂടെയൊക്കെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടറിയോ? നമുക്കൊന്നും ഭൂമിയില്ലടോ, നമുക്കൊന്നും ബിസിനസ് സ്ഥാപനങ്ങളില്ല, ബിസിനസ് ശൃംഖലകളില്ല.
അതുമാത്രമല്ല നമുക്കിടയിൽ തന്നെ ഈ ജാതി പറഞ്ഞിട്ട് ചെറിയ ചെറിയ വേർതിരിവുകളൊക്കെ നമുക്കിടയിൽ തന്നെ ഉണ്ട്. ഇത് അറിയുന്നവന്മാരാണ് ഈ വലിച്ചെടുത്തോണ്ട് പോണത്. ഒരു ഭൂമിയില്ലാത്ത 3 സെന്റ് ഭൂമിയോ 3.5 സെന്റ് ഭൂമിയോ വേണമെങ്കിൽ കളക്ടറേറ്റുകളിൽ സമരം ചെയ്യുന്ന ഷെഡ്യൂൾഡ് ട്രൈബുകാരുള്ള നാടാണിത്. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ പച്ചവെള്ളവും കഞ്ഞിയും കുടിക്കേണ്ട ഗതികേടിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റുകാരുള്ള സ്ഥലമാണിത്. വെറും 1 സെന്റ് സ്ഥലത്ത് 400 സ്ക്വയർ ഫീറ്റ് വീടുമായി താമസിക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റുകാരുള്ള കോളനികളുള്ള നാടാണിത്. ഈ ഗ്രാന്റ് കിട്ടിയില്ലെങ്കിൽ, സ്റ്റൈപ്പൻഡ് കിട്ടിയില്ലെങ്കിൽ പഠനം നിന്നു പോകുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റുകാരുള്ള നാടാണിത്. പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പെൺകുട്ടികൾ ജാതി അധിക്ഷേപത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ വാർഡനും അവിടുത്തെ കാവൽക്കാരനും മറ്റുള്ളവരെല്ലാവരും എന്തായാലും ദളിത് വിഭാഗത്തിലുള്ളവരായിരിക്കുമല്ലോ. അവർ പോലും സ്വന്തം കുട്ടികളെ എന്തിനാണ് ജാതി അധിക്ഷേപം ചെയ്യുന്നത്? അങ്ങനെയൊക്കെ എല്ലാവരുടെയും ഭരിക്കുന്നവന്റെ എല്ലാം കരുണ കൊണ്ട് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട, സ്വന്തമായിട്ട് ബിസിനസ്സുകളോ ബിസിനസ് ശൃംഖലകളോ ഇല്ലാത്ത, ഈ കേരളത്തിൽ വേണ്ടത്ര സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്ത, സർക്കാർ ഭൂമിയിൽ, റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു 5 സെന്റ് മണ്ണ് പോലും സ്വന്തമായിട്ട് ഇല്ലാതെ കിടക്കുന്നവന്റെ ഗതികേട് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല. അത് അങ്ങനെ കിടക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റുകാരും ഷെഡ്യൂൾഡ് ട്രൈബുകാരും ഉള്ള ഈ നാട്ടിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഒന്നുമില്ലാതെ വേണം ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടാൻ. ഇല്ലെങ്കിൽ കഴിഞ്ഞ 75 വർഷം പോരെ ഇവർക്ക് നമ്മളെ രക്ഷിക്കാൻ? ഇല്ലേ? നമ്മളെ ഇഷ്ടമല്ലാത്തവരാണോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും? ആണെന്ന് അല്ല എന്നുള്ളത് സത്യം. ഇല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ അയ്യങ്കാളിയുടെ പ്രതിമ അടിച്ച് തകർക്കില്ല, ശ്രീനാരായണ ഗുരുവിനെ കുരിശിലും തറക്കില്ല. ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ടാണ് SC/ST ഹോസ്റ്റലിന്റെ മുന്നിൽ ഇവർ പുലേക്കുടി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചത്. അത്രയ്ക്ക് അറപ്പും വെറുപ്പുമാണ്. പക്ഷേ നമ്മൾ ഏതാണ്ട് ഒരു 10, 15%, 16% ഉണ്ട്. ഏകദേശം 40 ലക്ഷം 50 ലക്ഷം വോട്ടാണ് ആൾക്കാരുണ്ട്. ആ വോട്ടിന് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്നവരായിട്ട് അഭിനയിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നിതിൻ രാജിനെ പോലുള്ള കുട്ടികൾ ഈ ജാതി അധിക്ഷേപം അതിന്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഒരു പക്ഷേ അയാൾ ജാതി അധിക്ഷേപം ചെയ്തിട്ടുണ്ടാകാം. എന്നിരുന്നാൽ പോലും അയാൾ അങ്ങനെ ജാതി മാത്രം നോക്കുന്ന ഒരു തെണ്ടിയല്ല. അയാൾ എല്ലാവരും അങ്ങനെ കാണുന്ന ഒരുത്തനാണ്. അവൻ നമ്മുടെ കൊച്ചിന്റെ അടുത്ത് മാത്രം ജാതി നോക്കി അധിക്ഷേപിക്കുകയും മറ്റുള്ള കുട്ടികളോട് നന്നായി പെരുമാറുകയും ചെയ്താൽ അല്ലാതെ തെണ്ടികളെ അത് ജാതി അധിക്ഷേപം ആവുള്ളൂ. അല്ലാതെ എങ്ങനെ ജാതി അധിക്ഷേപം ആവുന്നത്? അത് അയാളുടെ സ്വഭാവമല്ലേ. ഇനി അങ്ങനെ നടന്നാൽ തന്നെ അത് വ്യക്തിപരമായിരിക്കണ്ടേ, സാമൂഹികപരമായിട്ട് ഇവരത് ചെയ്യുന്നു. ഇവർ ചെയ്യുന്ന ചതി നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇവർ ഇത്രയും കാലം ദളിതന്റെ ഉള്ളിൽ ഈ വേടനെ വരെ ഞാൻ നോക്കുന്നത് അങ്ങനെയാണ്. കാര്യം വേടനെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവൻ പോലും കുട്ടിക്കാലത്തായിരുന്നപ്പോൾ അവനോട് പറഞ്ഞിട്ടുള്ള എന്താണ്? പണ്ട് സവർണർ നമ്മളെയൊക്കെ അടിച്ചിറക്കി വെച്ചിരുന്നു, അടിച്ചൊതുക്കി വെച്ചിരുന്നു, ചവിട്ടിക്കൂട്ടി വെച്ചിരുന്നു. ഇന്നും സവർണർ നമ്മളെ ചവിട്ടി മെതിക്കുകയാണ്. നീ ഞങ്ങൾക്ക് വോട്ട് ഇല്ലെങ്കിൽ സവർണർ നിങ്ങളെ ചവിട്ടി മെതിക്കും എന്നല്ലേ ഇവർ പറയുന്നത്? അത് വളർന്ന് ആ തലച്ചോറിൽ അങ്ങനെ ആയിപ്പോയി. അതാണ് വേടൻ അങ്ങനെ ആയത്. ഇവനേക്കാളും അപ്പുറത്തോനായിരുന്നു ഞാൻ. അത്രയും ദേഷ്യവും വൈരാഗ്യവും കൊണ്ടുവരുന്നവനാണ് ഞാൻ. വളർന്ന് വലുതായി വന്നപ്പോഴേ ബാക്കി ഒരു സമുദായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളും കാണിച്ച പോക്കൃത്തരം ഒക്കെ അവർ മറക്കും. അത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കരുത്. പഹൽഗാമിൽ തീവ്രവാദം നടന്നെന്ന് കരുതി നാട്ടിലെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കരുത്. TCS-ൽ അങ്ങനെ കുറെ മത തീവ്രവാദികൾ അങ്ങനെ ചെയ്തു കരുതി ആരെ അടച്ചാക്ഷേപിക്കരുത്. കേരളത്തിൽ 100ഓളം പേര് ISIS ചേർന്നു കരുതി നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളെ ആക്ഷേപിക്കരുത്. അത് സത്യമാണ്. പക്ഷെ ആ ഒരു കണ്ണോടുകൂടി ഇവിടെ കാണൂലേ. ഇവിടെ മൊത്തം സവർണർക്കെതിരെ ഒരു വലിയൊരു വികാരം ഉണ്ടാക്കി വെക്കുക. ഈ വാശിയും വൈരാഗ്യം നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും ഈ നിങ്ങൾ ഈ പറയുന്ന നായരോ ഈഴവരോ അല്ലെങ്കിൽ സോക്കോൾഡ് അപ്പർ കാസ്റ്റുകാരില്ലേ, ഇവരാണ് ഭരണത്തിൽ എത്തി നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലൊക്കെ തന്നെ കൂടുതൽ പേരും ഏത് കാസ്റ്റിൽ നിന്നുള്ളവരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും നമ്മൾ, അതായത് ഈ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, ഈ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉള്ളിൽ എന്തുണ്ട്? ഉന്നത കുലജാതന്മാരെ കണ്ണെടുത്താൽ കണ്ടൂടാ, സവർണന്മാരെ കണ്ണെടുത്താൽ കണ്ടൂടാ, ഇനി സവർണന്മാർ ഞങ്ങളെ കണ്ടാൽ പേടിക്കണം. ഇങ്ങനെയാണ് നമ്മളെ ഈ ടീമിനെ മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്ത് ഭരിക്കാൻ ഏൽപ്പിച്ചത് ആരെയാണ്? അപ്പൊ ഭരിക്കാൻ അവിടെ ഇരിക്കുന്ന സവർണർ എന്താ കരുതുക? കാണിച്ചു തരാം കേട്ടോ. നീയൊക്കെ സ്റ്റൈപ്പൻഡ് കിട്ടിയാലല്ലേ നീയൊക്കെ പാച്ചു, ഈ ഗ്രാന്റ് കിട്ടിയാലല്ലേ നീയൊക്കെ ഉണ്ടാക്കൂ, ഹോസ്റ്റലിൽ നിന്നാലല്ലേ നീയൊക്കെ പഠിക്കൂ. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത എത്രയോ കോടി രൂപയിൽ നിന്നും 6000 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു. വോട്ട് പുല്ല് എന്ന് ഇവന്മാർ വിചാരിക്കും. അതെങ്ങനെ വിചാരിക്കും? ഈ വൈരാഗ്യം ഇതേ കമ്മ്യൂണിസ്റ്റുകാർ, ഇതേ കോൺഗ്രസ്സുകാർ, ഇതേ സുഡാപ്പികൾ, ഇതേ പെന്തക്കോസ്റ്റ് ടീം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തന്നു. എന്നിട്ട് നമ്മൾ അവരെ തന്നെ ഭരിക്കാൻ ഏൽപ്പിച്ചു. അവർ നമുക്കൊരു വാഴയ്ക്കും തരില്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വൈരാഗ്യം ഒരിക്കലും നല്ലതല്ല. ഇങ്ങനെ വൈരാഗ്യം വെച്ച് പുലർത്തി ജീവിക്കാനുള്ളതല്ല. നമ്മുടെ നവോത്ഥാന നായകരാരും തന്നെ ഈ വൈരാഗ്യമല്ല വെച്ച് പുലർത്താൻ പറഞ്ഞത്. നമ്മൾ ആക്രമിക്കുന്നവനെയാണ് തിരിച്ചാക്രമിക്കാൻ. അയ്യങ്കാളി എല്ലാ നായന്മാരുടെ എല്ലാ നമ്പൂരിമാരുടെയും വീട്ടിൽ വടിയും കൊണ്ട് കയറി അടിച്ചിട്ടൊന്നുമില്ല. അയാളെ വഴി തടഞ്ഞവരെ, പഞ്ചമീയ വിദ്യാഭ്യാസത്തിന് അനുവദിക്കാത്തവരെ, റോഡിൽ കൂടി ദളിതൻ നടന്നപ്പോൾ ദളിതനെ ആക്രമിച്ചവനെയാണ് ആരാക്രമിച്ചത്? അയ്യങ്കാളി ആക്രമിച്ചത്. അല്ലാത്ത പക്ഷം ഇവിടെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരിൽ ഒരുപാട് പേരും
ഈ പറയുന്ന സവർണ കാസ്റ്റിൽപ്പെട്ടവരുണ്ട്, അവരോട് കാണിക്കുന്ന നന്ദികേട്. കൂടാതെ നമ്മൾ തന്നെ സമൂഹത്തെ രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്നു. എന്നിട്ട് പണവും സമ്പാദ്യവും ബിസിനസ് സ്ഥാപനങ്ങളും ബിസിനസ് ശൃംഖലകളും ഒന്നുമില്ലാത്ത, ഇന്നും ഗവൺമെന്റിന്റെ ദയാദാക്ഷിണ്യം കൊണ്ട് ലൈഫ് മിഷനിൽ വീടും കിട്ടി, മണ്ണും വീടും പദ്ധതിയിൽ മണ്ണും കിട്ടി, ഏതെങ്കിലും വനത്തിലോ ഏതെങ്കിലും ഒരു കോളനിയിലോ വീട് വെക്കാൻ വിധിക്കപ്പെട്ട നമ്മളെ ഇവർക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ തച്ചൊടച്ച് ഞെരിച്ചമർത്തി കളയാൻ എളുപ്പമാണ്. നിങ്ങൾ ഇപ്പോൾ ഈ സമരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഹർത്താലിന്റെ പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വിദ്വേഷ പ്രചരണങ്ങളും വിദ്വേഷപരമായിട്ടുള്ള ഓരോ വാക്കുകളും നിങ്ങൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ സമൂഹത്തെയാണ്. അല്ലാതെ നിങ്ങൾ ആരും സംഘികളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലാതെ സംഘികളുടെ സവർണ ഫാസിസം ഒന്നുമല്ല. നിങ്ങളെല്ലാവരും പ്രസംഗിക്കുന്നത് ടോട്ടലി ഒരു സമൂഹത്തിനെ രണ്ടായി തിരിച്ചുകൊണ്ട് അതിൽ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുന്നതും ആർക്കെന്ന് നോക്കുക, നിങ്ങളെ ഭരിക്കാൻ പോകുന്നതും ആരാന്ന് നോക്കുക, ആ ഭരിക്കുന്നവൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കുക. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലൊക്കെ ഇരുന്ന് ചിലക്കുന്ന കുറെ ഊളകളുണ്ടല്ലോ, ഒരു വാഴയ്ക്ക് അറിഞ്ഞുകൂടാതെ ഈ നിതിന്റെ കേസിൽ പോലും ഇത്രയും സ്പഷ്ടമായിട്ട് ആ അധ്യാപകന്റെ സ്വഭാവമാണ് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും അതിൽ ഒരു ജാതി കണ്ടെത്തി ആ ജാതിയിലൂടെ സമൂഹത്തിൽ വിഷമുണ്ടാക്കി ബാക്കിയുള്ളവരുടെ ജാതിവാല് നോക്കി ജാതിവാലുള്ളവനെ വെറുക്കാൻ പഠിപ്പിച്ച് എന്തൊക്കെ ഊളത്തരങ്ങളാണ് നീയൊക്കെ ചെയ്യുന്നത്. എന്റെ ജനങ്ങൾ കുറച്ചു പേരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ജാതി അധിക്ഷേപമുണ്ട്, അത് ചെയ്യുന്ന ചില നാറികളും ഉണ്ട്, അത് ചെയ്യുന്നവരോട് മാത്രമേ എനിക്ക് ദേഷ്യമുള്ളൂ, അവനോട് മാത്രം. അല്ലാതെ മൊത്തം സമൂഹത്തെ വെറുക്കാൻ എന്നെ ഒരു നവോത്ഥാന നായകനും പഠിപ്പിച്ചിട്ടില്ല. പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ആ തീവ്രവാദിയെ മാത്രമേ വെറുക്കൂ. എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മുസ്ലിങ്ങളെ വെറുക്കാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇതും നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കണം. ജയ് ഹിന്ദ്.